വെടിയേറ്റ് മരിച്ചു വീണ ഒരു ഭരണാധികാരി ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ്. ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, രാജീവ് ഗാന്ധി. ഈ രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ നിൽക്കുന്നവരെ ഈ രാജ്യത്തിന്റെ തന്നെ ആളുകൾ വെടിയിട്ട് കൊന്ന് വെടിവെച്ച് കൊന്ന ചരിത്രമാണ് ഈ രാജ്യത്തിനുള്ളത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ, കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ നാടായ ഈ മണ്ണ് ഇന്ന് കലാപത്തിന്റെ ഭൂമിയായി മാറി. ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഭീകരവാദവും തീവ്രവാദവുമാണ്. അവസാനിക്കണ്ടേ? ക്ഷമിക്കണ്ടേ? ഈ ലോകത്തിനൊരു ശാന്തത വേണ്ടേ? ആ ശാന്തതയിലേക്കാണ് ഈ മതം. ഇസ്ലാം എന്നുള്ള പദത്തിന്റെ അർത്ഥം പോലെ എന്തേ മുസ്ലിം സംഘടനകളിൽ പലരും മറക്കണത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ കലാപം നല്ലടോ അതിന്റെ അർത്ഥം, യുദ്ധം നല്ല അതിന്റെ അർത്ഥം, കൽത്തരിയ നല്ല അതിന്റെ അർത്ഥം, സമാധാനം എന്ന ആ പദത്തിന്റെ അർത്ഥം, സമർപ്പണം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അത് പഠിക്ക്, മനസ്സിലാക്ക്, എന്നിട്ട് സ്വസ്ഥമായി ജീവിക്ക്, നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്ക്. ഇബ്നു ദൂഗന്ന ജൂതനായിരുന്നു. ജൂതൻ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ പോവുക, നാട് വിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോ ക്രിസ്ത്യാനിയായ ഇബ്നു ദൂഗന്നയുടെ, ജൂതനായ ഇബ്നു ദൂഗന്നയുടെ ചോദ്യം, അബൂബക്കറെ എങ്ങോട്ടാണ് അബൂബക്കറെ പോകുന്നത്? നിന്നെ പോലെയുള്ള നല്ല ആളുകൾ ഈ അറബ് ജനതയിൽ നിന്ന് വിട്ടുപോയാൽ, ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയാൽ അബൂബക്കറെ, പിന്നെ ഈ നാടിന്റെ സ്ഥിതി എന്താണ് അബൂബക്കറെ? ആലോചിച്ച് നോക്ക്. ഒരു ജൂതൻ, ഇസ്ലാമിന്റെ പ്രത്യക്ഷ ശത്രുവായ ജൂതൻ ചോദിക്കുക, അബൂബക്കറെ നല്ലൊരു മനുഷ്യനല്ലേ, നിങ്ങൾ എന്താ അവിടുന്ന് പോണത്? ഇനി ഞാൻ ചോദിക്കുക, ഒരു മുജാഹിദ് വീട് വിട്ട് മാറുമ്പോ ഒരു RSS കാരൻ പറയോ, ഓ നിങ്ങളൊരു മുസ്ലിം ആണെങ്കിലും നല്ലൊരു മനുഷ്യനായിരുന്നു, നിങ്ങൾ എന്തിനു ഇവിടുന്ന് പോണത് എന്നൊരു RSS കാരൻ പറയോ? NDF കാരൻ വീട് വിട്ടുപോകുമ്പോ പാണ്ടാരടങ്ങാൻ നല്ലാതെ നിങ്ങൾ വിട്ടുപോകുന്നത് മോശമായി പോയി എന്ന് മുസ്ലിം സമൂഹത്തിലെ നമ്മളെ കുറിച്ചൊന്ന് പറയോ? എന്തേ പറയാത്തത്? എന്തേ അങ്ങനെ സംഭവിച്ചത്? എവിടെയാ നമുക്ക് ചോർന്നു പോയത്? നമ്മളായി ജീവിച്ചില്ല അല്ലേ? നിങ്ങൾക്കറിയാം, അബ്ദുല്ലാഹിബ്നു മുബാറക് അയൽവാസിയായ ഒരു ജൂതൻ, അയാൾ വീട് വിൽക്കുക അയാള് ജൂതനെ. അപ്പൊ അയാൾ ഇരട്ടി വില ചോദിച്ചു. അപ്പൊ വന്ന ആള് വിളിച്ചു, എന്താ ഒരു ഇരട്ടി വില? അപ്പൊ അദ്ദേഹം പറയണേ, വീടിന് ഇത്ര വിലയേ ഉള്ളൂ, പക്ഷെ വേറൊരു നിധി അത് നിനക്ക് തന്നിട്ടാ ഞാൻ പോണത്, ആ നിധിക്ക് കുറച്ച് മൂല്യം കൂടും. അത് അബ്ദുല്ലാഹിബ്നു മുബാറക് എന്ന മുസ്ലിം എന്ന നിധിയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് എന്ന മുസ്ലിമാണ്. ഒരു ജൂതൻ പറയോ ഇന്ന് കേരളത്തിൽ മുസ്ലിങ്ങളെ കുറിച്ച് അമുസ്ലിങ്ങൾ പറയുമോ ഇന്ന്? എങ്കിൽ ആർക്കാ കുഴപ്പം പറ്റിയത്? ആദ്യം അവനാ നന്നാൻ നോക്ക്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്തൊരു ജനതയെ അല്ലാഹ് മാറ്റില്ല. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്തൊരു ജനതയെ അല്ലാഹ് മാറ്റില്ല. മാറാൻ നമ്മൾ തയ്യാറാകണം. സൂറത്ത് റഅദ് 11-ാമത്തെ വചന, 13-ാം അധ്യായം. അലാ ഫഇന്ന ഫിൽ ജസദി മുളഅതൻ ഇദാ സ്വലഹതു സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദതു ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകട്ടയുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അത് കേടുവന്നാൽ ശരീരം മുഴുവൻ. അലാ വഹിയൽ ഖൽബ്, ആ ഖൽബ് നന്നാകുക. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും മൻ റബ്ബിഹി യൗമൈദിൻ ലമഹ്ജൂബൂൻ. ഖുർആനിലെ 83-ാം അധ്യായം സൂറത്ത് മുത്തഫിഫീനിലെ 14-15 വചനങ്ങളാണ്. കല്ലാ ബൽ, പക്ഷേ മനുഷ്യരെ അങ്ങനെയല്ല. ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, നിങ്ങളുടെ മനസ്സ് തിന്മ ചെയ്ത് നിങ്ങളുടെ ഹൃദയം കറുത്തിരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനെ കണ്ടുമുട്ടാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സ് ശുദ്ധിയാക്കണം. അതിന് ഈമാനും വിശ്വാസവും ഉണ്ടാവണം. എവിടെ? എല്ലാ സമൂഹത്തോടും നമുക്ക് പറയാനുള്ള ഇതാണ്. ഇനി മുസ്ലിം സമൂഹത്തിന്റെ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സുന്നികളുണ്ട്, മുജാഹിദുകളുണ്ട്, ജമായത്തുണ്ട്, വ്യത്യസ്ത പാർട്ടികളുണ്ട്, സമൂഹത്തിന്റെ പൊതുധാരയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ആളുകളുണ്ട്, ഇവരെല്ലാം ഉണ്ട്. നമുക്ക് അവരോടൊക്കെ പറയാനുള്ള തൗഹീദിന് പ്രാധാന്യം കൊടുക്കണം. ശിർക്കിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം, എങ്കിലേ നരകത്തുനിന്ന് രക്ഷപ്പെടും. ഇവിടെ ശിർക്ക് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും മുസ്ലിം സമൂഹത്തെ അങ്ങേയറ്റം ബോധവൽക്കരിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ പഠിപ്പിച്ച, അള്ളാഹുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ചില കാര്യങ്ങൾ, ഇത് വീണ്ടും വിചാരത്തിന് വേണ്ടി പറയണം. ഞാൻ നിങ്ങൾക്കറിയാലോ, അള്ളാഹു മഴ പെയ്യിപ്പിക്കുക എന്ന ഡ്യൂട്ടി മീകായിൽ എന്ന മലക്കിനെ ഏൽപ്പിച്ചതായി നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി.
എന്നാൽ മീകായിൽ എന്ന മലക്കിനോട് നിങ്ങൾ മഴ ചോദിച്ചോളൂ എന്നൊരു സബ്ജക്ട് ഇസ്ലാമിലുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിലോ സഹാബത്തിന്റെ ചരിത്രത്തിലോ ഉണ്ടോ? ഇല്ല എന്നത് സത്യം. പക്ഷേ സുന്നി സമൂഹം പഠിപ്പിക്കപ്പെടുന്ന കിതാബുകളിലൊക്കെ മഴ അല്ലാത്തവരോട് ചോദിക്കാം. വളരെ ഖേദകരമാണ് ഈ രംഗത്ത് ഈ സമുദായത്തിന് സംഭവിച്ചത്. ഈ സമുദായം ഈ രംഗത്ത് ചെയ്തു. നിങ്ങൾ നോക്കൂ, 2005 2 കൊല്ലം മുമ്പ് 2005 സുന്നി വോയിസിലെ കാന്തപുരം ഉസ്താദിന്റെ ഒരു ഫോട്ടോത്തോടു കൂടി വന്നിട്ടുള്ള പിന്നെ ഫ്രണ്ട് പേജ് കവർ സ്റ്റോറി, എങ്ങനെ അതിന്റെ ഉള്ളിൽ സദഖത്തുല്ലാഹിൽ കാഹിരിയെ കുറിച്ചൊരു ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് ആ നാട്ടിൽ മഴയില്ലാതായപ്പോ ഈ നാട്ടുകാർ വന്നിട്ട് സദഖത്തുല്ലാഹിൽ കാഹിരിയോട് പറഞ്ഞത്രേ മഴയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഓഹോ മഴയില്ല അല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മീകായിൽ ഇങ്ങോട്ട് മഴ എടുക്കുക പറഞ്ഞത്രേ. മീകായിൽ ഇത് 2005 സുന്നികൾ എഴുതിയതാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏത് മീകായിൽ ഇങ്ങോട്ട് മഴ എടുക്കും. അപ്പൊ മീകായിൽ അടിയൻ എന്തോ വിളിച്ചിരുന്നോ, എന്തേ എന്ന് ചോദിച്ചു. നമ്മളൊന്ന് ആലോചിക്കണം. കൗമ് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കുകയാണ്. അങ്ങനെ മീകായിൽ ഇങ്ങോട്ട് മഴ. ഞാൻ അതിനെ സംബന്ധിച്ച് ചാലിയത്ത് പ്രസംഗിച്ചപ്പോ അലവി സഖാഫി കൊളത്തൂര് അതിന് മറുപടി അറിയാം. എന്നിട്ട് മൂപ്പരുടെ അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള വർത്താനം എന്തറിയോ, മീകായിൽ സപ്ലയറാണ്. ഏതുപോലെ? ഹോട്ടല് പോലെ മീകായിൽ സപ്ലയറാണ്. ഹോട്ടലിൽ ചെന്നാൽ മുതലാളി എന്നെ തരണോന്ന് ആരെങ്കിലും വിചാരിക്കോ? സപ്ലയറോട് പറയാന്നല്ലാണ്ട്. അപ്പോ മീകായിൽ ഒരു കാരണമാണ്, സപ്ലയറാണ്. ചോദിക്കാം, ഇഷ്ടം പോലെ ചോദിക്കാന്ന് ഖുർആനിലുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു, ഇഷ്ടം പോലെ വേണ്ട, ഒന്ന് കേൾക്കണം കേട്ടോ, കേൾക്കണം, സുന്നികൾ കേൾക്കണം. ഒരേ ഒരു ചോദ്യം, മീകായിലിനോട് മഴ തേടാമെന്നതിന് ഇഷ്ടം പോലെ ഖുർആന്റെ വചനുണ്ട് എന്നാണ് അലവി സഖാഫി. അത് നിഷേധിച്ചാൽ നമ്മള് അദ്ദേഹത്തിന്റെ കേസറ്റ് ഇട്ട് കേൾപ്പിച്ച് ഇൻഷാ അല്ലാഹ് അതിന് മുമ്പ് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ നടത്തും. ആ കേസറ്റ് പറയണേ ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഒറ്റൊന്ന്. അതായത് ഈ ലോകം പടച്ചതിന് ശേഷം മഴ പെയ്യിപ്പിക്കുക എന്ന പ്രതിഭാസം ഇവിടെ നിലനിന്നിരുന്നുവല്ലോ. ആദം നബി ഈ ഭൂമിയിൽ വരുമ്പോ മഴ പെയ്യുന്നുണ്ട്. മീകായിലിനെ തന്നെ അള്ളാഹ് ഡ്യൂട്ടി ഏൽപ്പിച്ചെന്ന് കൂട്ടിക്കോ എന്ന് വിചാരിച്ചോ? ഇനി കേട്ടോ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി ജനങ്ങളോട് പറയുന്നത് എന്താ? നിങ്ങൾ മഴയ്ക്ക് വേണ്ടി മീകായിലിനോട് പേടിക്കോന്ന അല്ല, ഖുർആനാ പറയുന്നത്. ശരിക്ക് പഠിക്ക്, സുന്നിയായിട്ട് ജീവിക്കാനാ പറയുന്നത്, യഥാർത്ഥ സുന്നിയായിട്ട്. മഹാനായ നൂഹ് നബി പറയാ, فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. 10 മുതൽ 13 വരെയുള്ള വചന. ഏത് അധ്യായത്തില്? 71-ാം അധ്യായം സൂറത്ത് നൂഹില്. ആ അധ്യായത്തിൽ പറയുന്നത് എന്തറിയോ? നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാലോ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? നൂഹ് നബി പറയാട്ടോ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, സമൃദ്ധമായി നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. എന്ത് സമൃദ്ധമായി? അള്ളാഹു നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. ഞാൻ ചൊരിഞ്ഞിരുന്നല്ല, മീകായിൽ ചൊരിഞ്ഞിരുന്നല്ല, അള്ളാഹു ചൊരിഞ്ഞു തരും. എന്തേ പ്രവാചകന്മാർ അങ്ങനെ പറയാൻ? എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ അങ്ങനെ പഠിപ്പിച്ചത്? എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നത് അറിയോ? അരുവികൾ ഒഴുക്കി തരും അള്ളാഹു, നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകും. മഹാനായ ഒരു സഹാബി വിവാഹം കഴിച്ചിട്ട് കുട്ടികളില്ലാത്ത ഒരു കുടുംബത്തോട് നിർദ്ദേശിച്ചു എന്ന് ചരിത്രത്തിലും ഹദീസിലും കാണുന്ന ഒരു സംഭവം പറയട്ടെ. ഞാന് കുട്ടികളില്ലാത്ത ദുഃഖം ഒരു ദമ്പതിമാർക്ക് പിടിവിട്ടു. അപ്പൊ ഈ സഹാബി പറയാണ്, എന്നുള്ള ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സഹാബി പറഞ്ഞു കൊടുക്കണത്രേ, കുട്ടികളില്ലാത്തവരുടെ